ജാത്യധിക്ഷേപം പരസ്യമായി നടത്തി തിരുവനന്തപുരം DCC മെമ്പർ പ്രസന്ന വിജയൻ. ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുത്ത അതിഥികളെയാണ് കോൺഗ്രസ് നേതാവ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത്. അതിഥിയായി എത്തിയ ഒരാൾക്ക് സ്വാഗതം പറയാത്തത് മനഃപൂർവ്വം എന്നാരോപിച്ചാണ് ജാതി അധിക്ഷേപം നടത്തിയത്. പ്രസന്ന വിജയന്റെ വിവാദ പരാമർശത്തിന്റെ ശബ്ദസന്ദേശം ജനം TVക്ക് ലഭിച്ചു. തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ജാതി അധിക്ഷേപങ്ങളാണ് പുറത്തായത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് DCC അംഗത്തിന്റെ ജാതി അധിക്ഷേപം. പുലയനും പറയനും എല്ലാവർക്കും സ്വാഗതം പറയാൻ അറിയാം, നീ അവരുടെ കീഴിൽ വീട്ടിൽ കിടന്നോ എന്നായിരുന്നു പ്രസന്ന വിജയൻ നടത്തിയ ജാതി അധിക്ഷേപം. ആ പെരയന്മാർക്കും പറയന്മാർക്കും ഒക്കെ എല്ലാവർക്കും സ്വാഗതം പറയാൻ അറിയാം, നീ ആര് അവരെയൊക്കെ കീഴ് വീട്ടിലാണ് കിടക്കണ പെലയന്റെ. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സ്റ്റേജിൽ കയറി അടിയായനെ അവിടെ. അത് എന്നെ ഒന്ന് മടവളെ അമ്പി പറഞ്ഞ നീ ഇല്ലാത്ത നല്ല കാലവും. തിരുവനന്തപുരം ഇളംകുളത്ത് നടന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു അതിഥിയെ സ്വാഗതം പറയാൻ വിട്ടുപോയി. ഉടൻ തന്നെ സംഘാടകർ അവിടെ വെച്ച് തിരുത്തുകയും ചെയ്തു. എന്നാൽ സ്വാഗത പ്രാസംഗികൻ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാൽ മനഃപൂർവ്വം സ്വാഗതം പറയാതെ അപമാനിച്ചെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം. താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദു ഏകതാ സമ്മേളനം അലങ്കോലപ്പെടുത്തുമായിരുന്നുവെന്നും പ്രസന്ന വിജയൻ വെല്ലുവിളിക്കുന്നു. അമ്പിയും ഭയങ്കര ദേഷ്യം. ഞങ്ങൾക്കേ തോന്നോ കുട്ടാ നിന്നെ കൊച്ചാക്കിയ വിഷമം. പക്ഷെ ഞാൻ കമ്മിറ്റിയിലൊക്കെ നേരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പെലയുണ്ടല്ലോ അവനാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ പിറകിലെന്നാണ് പറയണത്. ഇതൊന്നും ഞാൻ ഒന്നിനും ഇല്ലായിരുന്നല്ലോ. പൊന്നു മക്കളെ, ഇനിയെങ്കിലും മടത്തടയുടെ പേരും പറഞ്ഞ് ആരെങ്കിലും നിന്നെ വിളിച്ചാൽ ഉടൻ നീ എന്നെ വിളിക്കണം. ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുത്ത അതിഥി തനിക്ക് അപമാനം നേരിട്ടതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പരിപാടിയിൽ പങ്കെടുത്ത ആർക്കും ഇത് സംബന്ധിച്ച യാതൊരു പരാതിയുമില്ല എന്നിരിക്കെയാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാവിന്റെ പരാമർശം. ജനം, തിരുവനന്തപുരം.